ബഹുമാനപ്പെട്ട മന്ത്രി ആ മുഖംമൂടി എടുത്തങ്ങ് മാറ്റിയത്. ഇനി അതിന്റെ ആവശ്യമില്ല. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കണ്ണിൽ പൊടിയിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായല്ലോ. ഒന്നും ഒരിക്കലും പുറത്തു വരില്ലെന്ന് കരുതിയോ? ഒന്നും പറയണ്ട. ഇപ്പൊ അറസ്റ്റ് വാറണ്ട വന്നിരിക്കുന്നേ. അകത്തൊന്ന് നോക്കിയേ. തൊണ്ടി സഹിതം പിടിച്ചത് ഞാനാ. അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് അമ്മച്ചിയും. അയ്യോ എന്റെ ചെവി വീരോട് മുദ്രാവാക്യം വിളിച്ച് ജാഥ നയിക്കുന്ന നേതാവിനിപ്പോ എന്ത് പറ്റി ഇങ്ങനെ ഇരുന്ന് പരുങ്ങാൻ? എന്റെ അമ്മച്ചി എന്തെങ്കിലും ഒന്ന് പറ. ഈ ചേച്ചിയുടെയും ബേബിച്ചായന്റെയും ബ്ലഡ് പ്രഷർ കൂട്ടല്ലേ? ഞാനിപ്പോ ഇഷ്ടമില്ലാന്ന് പറഞ്ഞാലും നീ അവളെ കെട്ടുവല്ലേ? അത് പിന്നെ അമ്മച്ചി കിട്ടുമല്ലെന്ന് പറഞ്ഞാ എങ്ങനാ? കണ്ടോടി മോളെ, എനിക്ക് ഇഷ്ടമില്ലാന്ന് പറഞ്ഞാ അവൻ നിന്നെ കെട്ടില്ലാന്ന്. എന്താ ഇതിന്റെ അർത്ഥം? അയ്യോ അമ്മച്ചി, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇതേച്ചി കണ്ടോ കണ്ടോ അവന്റെ കള്ളക്കളി കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ഒരു സർപ്രൈസ്. ദേ പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. ഇനി ബാക്കി കാര്യം അങ്ങോട്ട് ഏൽക്കണം. തമ്പിച്ചാൻ പോലീസ് മുറിയിൽ തന്നെയാണല്ലോ. പോലീസ് മുറിയിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്. സിറ്റുവേഷൻ വളരെ ഡെലിക്കേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ പോലീസ് ഫോഴ്സിനെ കൊണ്ടുവരാറുന്നത്. ബേബിച്ചാൻ എന്നോട് സഹകരിക്കണം. യു ആർ അണ്ടർ അറസ്റ്റ്. തമ്പിച്ചാൻ ഇത് കാര്യമായിട്ട് പറയാണോ? യെസ്, ഐ ആം സീരിയസ്. ദേവയാനിയെ പിടിക്കാനുള്ള എന്റെ അന്വേഷണത്തിനിടയിൽ എനിക്ക് പിടികിട്ടിയത് മറ്റൊരു ദേവയാനിയാണ്. ഈ നിൽക്കുന്ന ബേബി മാത്യൂസിനെ. ബേബിച്ചിനെ കുറിച്ച് ഇനി ഒരു അക്ഷരം വേണ്ടി പോരുത്. അല്ലെന്ന് ബേബിച്ച് നിഷേധിക്കട്ടെ. ബേബിച്ചായ, കുറെ കാലമായി ഞാൻ സംശയിക്കുന്നു, ദേവയൻ എന്ന സാമൂഹ്യ ദ്രോഹിക്കു അപ്പുറത്ത് ആരൊക്കെയോ ഈ കാർ നശിപ്പിക്കുന്നുണ്ടെന്ന്. ഹാജിയാറിലെ ലോറി പിടികൂടിയപ്പോഴാണ് എനിക്ക് അതിന് ഉത്തരം കിട്ടിയത്. ആദ്യം എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തേരാണോടെ മോനെ ഞാൻ ഈ കേൾക്കുന്നത്? അവന് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർക്കട്ടെ അമ്മച്ചി. ദേവയനേക്കാൾ അപകടകാരിയായ ഒരു കാട്ടുകള്ളനാണ് അമ്മയുടെ സീമന്തപുത്രൻ. കള്ളത്തടിയും ചന്ദനവും വിറ്റുണ്ടാക്കിയ കാശുകൊണ്ടാണ് ഈ ബംഗ്ലാവും ഓഫീസും കാറും മറ്റ് ലക്ഷങ്ങളുടെ സമ്പാദ്യങ്ങളും ഉണ്ടാക്കിയത്. എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. എന്താണ് നീ ഇതിനൊന്നും മറുപടി പറയാത്തെ? എല്ലാം കള്ളമാണെന്ന് പറ മോനെ. എനിക്കങ്ങനെ പറയാൻ പറ്റില്ല അമ്മച്ചി. അപ്പോ ഇതുവരെ ഞാൻ കണ്ടതൊരു പൊയ്മുഖമായിരുന്നല്ലേ? വേദത്തിൽ എന്നെ വഞ്ചിക്കായിരുന്നു. നിന്നെ മാത്രമല്ല, ഈ ലോകത്തെ മുഴുവൻ, എന്നെയും. എന്റെ വീടും ഓഫീസും കാറും പണവും മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. വിട്ടുപോയ വേറെ ചില സമ്പാദ്യങ്ങൾ കൂടെ ഉണ്ട്. അറിയണോ? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. അതും ഞാൻ ആ പണം കൊണ്ട് വാങ്ങിയതാണ്. അറിയാമോ നിനക്ക്? നീ വലിയ ആദർശങ്ങളൊക്കെ പറഞ്ഞു കൂട്ടിയല്ലോ കുറച്ചു മുമ്പ്. നെഞ്ചു വിരിച്ചു പിടിച്ച് ഞാൻ പറയാം, ഞാൻ കട്ടു, കയ്യേറി, സാമൂഹ്യ സദാചാരങ്ങൾക്കും അപ്പുറം ഒരു ലോകം ഞാൻ പടികെട്ടി ഉയർത്തി പണമുണ്ടാക്കാൻ. ആ പണമാണ് നീ ഇരിക്കാൻ നിന്റെ അപ്പനും അമ്മാവന്മാരും തർക്കിച്ച് കണക്ക് പറഞ്ഞു വാങ്ങിച്ച സ്ത്രീധനം. ആ പണമാണ് നീ ഇപ്പൊ താമസിക്കുന്ന പുത്തൻ മണിമാളിക. ഏത് കുറ്റവാളിക്കും ഏത് ക്രിമിനലിനും ഇങ്ങനെയുള്ള കുറെ ലോജിക്സും സെന്റിമെന്റൽ കഥകളും പറയാനുണ്ടാവും. അങ്ങനെ നോക്കിയാൽ ഈ നാട്ടിൽ നിയമം നടപ്പാക്കാൻ പറ്റില്ല. തോമാസിനും ദേവയ്യനും ചേർന്ന് എന്റെ അപ്പച്ചനെ കൊല ചെയ്തപ്പോ എവിടെ ആയിരുന്നാണ് അതിന്റെ നിയമം ആദർശമൊക്കെ? എന്റെ കർത്താവേ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത് മോനെ. അമ്മച്ചി, ജീവിതത്തിൽ ഒരിക്കലും ഇത്തരം ഒരു രംഗം ഈ വീട്ടിലുണ്ടായിരുന്ന ആശിച്ചവനാണ് ഞാൻ. നാണുമുപ്പ, എല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്ക. ഈ കേൾക്കുന്നതൊക്കെ നേരാണോ നാണുമുപ്പ? തോമാച്ചൻ അങ്ങാരെ കൊന്നതാണോ? അതെ, ഈ കണ്ണുകൾ കൊണ്ട് കണ്ടതാ. നിയമം നടപ്പാക്കാൻ നിനക്ക് അത്രയ്ക്ക് വ്യഗ്രതയുണ്ടെങ്കിൽ ആദ്യം നീ അറസ്റ്റ് ചെയ്യേണ്ടത് കാടും നാടും മുടിപ്പിക്കുന്ന തോമസിനെയാണ്. നിനക്കതിന് കഴിയോ?
കഴിയില്ലെന്ന് എനിക്കറിയാം. ഓക്കെ, ലീവ് ഇറ്റ്. നാളെ കാലത്ത് 10 മണിക്ക് ഞാനും ഒരു മന്ത്രിയാവും. ഒരുപക്ഷെ തോമാസിനേക്കാൾ കരുത്തനായ മന്ത്രി. അപ്പോൾ നീ എന്റെ മുമ്പിൽ ഒരു സബോർഡിനേറ്റ് ഓഫീസർ മാത്രമായിരിക്കും. യു വിൽ എക്സിക്യൂട്ട് മൈ ഓർഡേഴ്സ് ആൻഡ് സാല്യൂട്ട് മീ. ഇന്ന് നിങ്ങൾ എന്റെ മുമ്പിൽ ഒരു ക്രിമിനലാണ്. എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയേ പറ്റൂ. കമാൺ. Stop there. തമ്പിച്ചായ, അയ്യോ, ബേബിച്ചായനെ കൊണ്ടുവരുത്. ബേബിച്ചായ, അയ്യോ. ജീവിക്കുന്നു. അമ്മച്ചി വിഷമിക്കണ്ട. ഇവൻ എന്നെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. ഇവനെന്നല്ല ആർക്കും. ഒരുപാട് കണക്കുകൾ തീർക്കാനുണ്ട്. തമ്പിക്കുഞ്ഞു പോ. I will shoot you. തമ്പിച്ചായ. നിനക്കെന്നെ കൊല്ലാൻ കഴിയുമോ? കൊല്ല്, കാണട്ടെ. എടാ കൊച്ചനെ, ഈ ജന്മം നിനക്കതിന് സാധിക്കില്ല. ഈ ബേബിച്ചിനെ തളയ്ക്കാൻ നിനക്കെന്നല്ല ആർക്കും.